മിസ്സിസ് സുൽഫത്ത് ഉമൻ, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഈ മദ്യം ഇല്ലാത്തൊരു കേരളത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ ചെറുപ്പം മുതൽ എന്താണ് ഈ മദ്യത്തെ കുറിച്ച് കേൾക്കുന്നത്? ആൽക്കഹോൾ ഈസ് എ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ. ആൽക്കഹോൾ ഈസ് എ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ. അല്ല അങ്ങനെയല്ല, ആൽക്കഹോൾ ഈസ് ഇൻകം ടാക്സ് ഓഫ് ഇന്ത്യ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമൂഹത്തിൽ ഇത്രയും ബുദ്ധിമതിയായ ഒരു സ്ത്രീ പറയുന്ന വാക്കിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ പുരുഷൻ സംസാരിക്കുന്നു. ഇതുകൊണ്ടാണ് എനിക്ക് പുരുഷവർഗത്തെ ഇഷ്ടമല്ല, വെറുപ്പാണെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പുരുഷ വിദ്വേഷിയാണ്, താങ്കൾ വിവാഹിതയല്ലേ? ഞാൻ വിവാഹിതയാണ്. പുരുഷ വിദ്വേഷിയാണ്. പുരുഷന്മാരെ ഇഷ്ടമല്ല? എനിക്കിഷ്ടമല്ല. എത്ര കുട്ടികളുണ്ട്? 4. ഇഷ്ടമില്ലാതെ 4. അല്ല, ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹൈസ്കൂൾ തുടങ്ങേണ്ടി വന്നിരുന്നു. നമുക്ക് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ 2 വടിയെടുത്ത് തെക്കേപ്പാടത്തേക്ക് പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിവാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ എനിക്ക് കിട്ടും രാവിലെ തന്നെ. ശരി, മീൻ പിടിക്കുവാണോ? മീൻ പിടിക്കുന്നു പറയാം. അത് ശരി. അല്ല, അപ്പം സുമേഷിന്റെ ഫാദർ എന്താണ്? അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓ, ഷിപ്പിലാണ്? അതെ. മർച്ചന്റ് നേവിയിലാണോ? അല്ല, ഷിപ്പിൽ എന്ത് ചെയ്യുന്നു? ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ വെട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛന് കിട്ടും 350. അപ്പൊ ചേട്ടനോ? ചേട്ടൻ ഗൾഫില. പാടം വെള്ളത്തിൽ എവിടെ കിടക്കുന്നത്? ചേട്ടൻ ഗൾഫിലാ സാറേ, രക്ഷപ്പെട്ടു. കടലിലെവിടെയാ പാടം വെള്ളത്തിൽ? അല്ല, അവിടെ പുഴയെന്ന് ചെല്ലുമല്ലോ, കടലിൽ ചെല്ലുന്നു. ഉണ്ടാക്കാൻ പോയിട്ട് പറയാ പാടം വെള്ളത്തിൽ ഫിഷറീസിലാന്ന്. ചേട്ടൻ ഗൾഫില. രക്ഷപ്പെട്ടല്ലോ. അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയി പാടം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പിടിച്ച് മണലരണ്യത്തിലിട്ട് ഉണക്കി മണലാരണ്യത്തിൽ ഇത് ഉണ്ടാക്കുന്നു പാടം വെള്ളത്തിൽ. ഫ്രിഡ്ജ് കേടായ സമയം മുതൽ ഞാൻ നിങ്ങളോട് പറയണതല്ലേ, 8 മണിയാവുമ്പോ മീൻ മേടിച്ചിട്ട് വരല്ലേ കൃത്യസമയത്ത് മീനും കൊണ്ട് വരും. എനിക്ക് ഓഫീസിൽ വരണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതേ ഫ്രിഡ്ജ് മേടിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത്തരം സാധനങ്ങൾ ഒന്ന് തൊട്ടാ മതി, അപ്പൊ നാശാവും, സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ കേട്ടോ? ആര് മേടിച്ചെന്ന്? എനിക്ക് എന്റെ അച്ഛൻ മേടിച്ചു തന്ന ഫ്രിഡ്ജ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മേടിച്ചെന്നു ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. ആര് പറഞ്ഞു? സാറ് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇന്ന് 8 മണിക്ക് നമുക്ക് റെഡി ആവണം, 10 മണിക്ക് മുൻപ് തന്നെ നമുക്ക് ഓഫീസിൽ എത്തണം. സാറേ, ഞാൻ പറഞ്ഞു, സർക്കാർ നമുക്ക് ശമ്പളം തരാണ്, ഒരു മാന്യത വേണം, നമുക്കൊരു ബഹുമാനം ജനങ്ങളോട് വേണം. ജനങ്ങളുടെ നികുതി അടച്ച പൈസയാണ് നമ്മുടെ ശമ്പളം. ആ ഒരു മര്യാദ നമുക്കുണ്ടോ? ഇന്നൊരു ഫ്രിഡ്ജിന്റെ മുകളിൽ പിടിച്ചിരിക്കാവള് ആണല്ലേ? അല്ല, പോട്ടെ. ഇനിയിപ്പോ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഏതായാലും സമയം വൈകിയല്ലോ, 11 മണിയായില്ലേ? ഈ മനുഷ്യൻ കാരണം സാറേ, ഈ മനുഷ്യൻ കാരണം. ഞാൻ കാരണോ? സാറേ ഇത് ഓഫീസായി പോയി. എടീ, രാവിലെ പറക്കിട്ട പാത്രം ഇതൊന്ന് കഴി പറക്കി വെച്ചുകൂടായോടി? പത്രം കഴുകാൻ എനിക്ക് എന്താ പ്രാന്തുണ്ടോ? എടീ, ചെവിയാക്കാത്ത അസത്തെ, പത്രം എന്നല്ല പറഞ്ഞത്, പാത്രം എന്തോ ഒന്ന് കഴിയാലെന്നാ ചോദിച്ചത്. പ്രായമായവര് പറയുന്ന ഒന്ന് അനുസരിക്കണം. എവളോട് പറയുന്നേ എന്നെ വേണം തൊഴിക്കാനൊക്കെ. എന്റെ അമ്മോ, എന്തിനാ വേണേ നീ എന്നെ തൊഴിച്ചത്? അമ്മയല്ലേ പറഞ്ഞത് പ്രായമായവർ പറയുന്നത് അനുസരിക്കണം. എടീ, അമ്മായിയമ്മയും മരുമോളും ഒരു നോട്ടിന്റെ 2 വശവാ. ചുമ്മാതല്ലേ ഇടയ്ക്കിടയ്ക്ക് നോട്ട് നിരോധിക്കുന്നത്?